السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت ഹീലത്തി അദ്രിക്കിനി യാ റസൂലുള്ളാഹി യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങൾക്കിടയിൽ വിവിധങ്ങളായ പാർട്ടികളും ഗ്രൂപ്പുകളും പ്രസ്ഥാനങ്ങളൊക്കെയുണ്ട്. അവർ വെച്ച് പുലർത്തുന്ന ആശയങ്ങളും ആദർശങ്ങളും ഓരോരുത്തരും വിളംബരം ചെയ്യാറുണ്ട്, പറയാറുണ്ട്, പ്രചരിപ്പിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ആ മുസ്ലിം അംഗീകരിക്കേണ്ടതും അനുധാവനം ചെയ്യേണ്ടതും ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രമാണങ്ങളെയാണ്, അഥവാ ഇസ്ലാമിക പ്രമാണങ്ങൾ. അത് ഒന്നാം പ്രമാണം ഖുർആനാണ്, രണ്ടാം പ്രമാണം ഹദീസാണ്, മൂന്നാമത് ഇജ്മാ ആണ്, നാലാമത് ഖിയാസാണ്. ഇതാണ് പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ. അതിൽ ഖുർആനിലും ഹദീസിലും ഇജ്മായിലും ഖിയാസിലും ഉള്ളതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന വിഭാഗമാകുന്ന സുന്നി സമൂഹം അവരുടെ പണ്ഡിതന്മാർ അവരുടെ അനുയായികളോട് പറയുന്നതും പഠിപ്പിക്കുന്നതും. നോക്കൂ, ഒരു ഉദാഹരണം നമുക്കിവിടെ പറയാം. ഒന്ന്, ഒരു മുസ്ലിം മരണപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മരണപ്പെടാൻ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ മരണത്തിൻ്റെ ആ ഒരു വേദനയിലുള്ള ആ ഒരു രോഗത്തിൽ കിടക്കുമ്പോൾ നാം ചൊല്ലാറുള്ളത്, നാം ചെയ്യാറുള്ളത് എന്താണ് എന്ന് നമുക്കറിയാം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊടുക്കാറുണ്ട്. മരണപ്പെട്ടാലും നമ്മൾ ചൊല്ലും, അവരുടെ പേര് ദിക്ർ ചൊല്ലും. മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു മനുഷ്യൻ വർദ്ധിപ്പിക്കേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലയാണ്. ഈ കാര്യത്തിലൊന്നും ഒരാൾക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാവുകയില്ല. ഈ ഒരു ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ദിക്ർ ചൊല്ലാൻ ഒരു പ്രയാസവും നമുക്കില്ല. നമ്മുടെ നാവുകളാണ് അത് നിർവഹിക്കേണ്ടുന്ന അവയവം. ഒരുപക്ഷെ നമ്മുടെ ചുണ്ടുകൾക്ക് പോലും ഒരു സാധ്യതയില്ലാത്ത വിധം തൗഹീദിൻ്റെ കലിമത്താകുന്ന ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാൻ ഒരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിൻ്റെ ഒരു ജീവിതത്തിൽ ധാരാളം തവണ അവനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കാണാം. മൻ കാന ആഖിറു കലാമി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന. ഇത് അബൂദാവൂദും ഹക്കീമും രേഖപ്പെടുത്തുന്ന ഹദീസാണ്. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ആയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. മാത്രമല്ല, മരണം ആസന്നമായ ആളുകളുടെ അടുക്കൽ നിങ്ങൾ ചെന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത് സ്വഹീഹ് മുസ്ലിമിൻ്റെ ഹദീസാണ്. ലഖ്തിനൂ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാ. നിങ്ങളിൽ നിന്ന് മരണം ആസന്നമായ ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊടുക്കുക. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? മരിക്കാൻ ആകുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ മരണപ്പെട്ട ഒരു മനുഷ്യൻ,
ആ വ്യക്തി ആ മയ്യത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ, ആ രോഗിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ചില കടപ്പാടുകളും ബാധ്യതകളുമുണ്ട്. അതവർ നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്യേണ്ടുന്ന ബാധ്യതയും അവരുടെ ഉത്തരവാദിത്വവും. അതുകൊണ്ട് തന്നെ മരണ വീട്ടിൽ യാസീൻ ഓതണതോ ദിക്റ് ചൊല്ലണതോ അതുപോലെ ദുആ ചെയ്യുന്നതോ ഒന്നും അത് ആക്ഷേപിക്കപ്പെടേണ്ടതല്ല, അത് നിലനിർത്തപ്പെടേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അനാചാരമല്ല, ആചാരമാണ്. ആചാരമാണ് എന്നാണ് നാം അവിടെ പഠിപ്പിക്കുന്നത്, നാം മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാസീൻ ഓതുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇഖ്റഊ സൂറത്ത് യാസീൻ ഇന്ദ മൗതാക്കും, മരണം ആസന്നമായ രോഗിയുടെ അടുക്കൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുക. വേറെ ഹദീസിൽ പറയുന്നുണ്ട് ഇഖ്റഊ സൂറത്ത് യാസീൻ അലാ മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആളുകൾക്ക് കൂലി കിട്ടാൻ വേണ്ടി, അവർക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി അവരുടെ മേൽ നിങ്ങൾ യാസീൻ ഓതുക. എന്നാൽ ഇതൊക്കെ ഓതുന്നവർക്കും ചൊല്ലുന്നവർക്കും കൂലി കിട്ടും, അതോടൊപ്പം മറ്റുള്ളവർക്ക് അതിൻ്റെ നന്മയും ലഭിക്കും. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. അത് പ്രമാണം കൽപ്പിക്കുന്നതാണ്, അതിന് തെളിവുകൾ ധാരാളമുണ്ട്, അത് ആക്ഷേപിക്കപ്പെടേണ്ടതല്ല. അതാണ് ഇതിനു വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ നിലകൊള്ളുന്നതും പ്രവർത്തിക്കുന്നതും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.